പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഉമ്മറുകുട്ടി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കും അതുപോലെ തന്നെ അവരുടെ രക്ഷാകർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഏത് കോഴ്സാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് എന്ന് നമ്മൾ പലരും ചോദിക്കാറുണ്ട്. പലർക്കും ഇത് മുൻകൂട്ടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം +1 അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിഗ്രിക്ക് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് MBBSോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ടീച്ചിങ്ങോ ആർട്സ് വിഷയങ്ങളോ സയൻസ് വിഷയങ്ങളോ കൊമേഴ്സ് വിഷയങ്ങളോ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ +2 എന്താണോ പഠിച്ചിട്ടുള്ളത് എന്നുള്ള ആധാരമാക്കിയിട്ടാണ് നിങ്ങൾക്ക് തുടർന്നുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതുകൂടി രക്ഷിതാക്കളും അവരുടെ മക്കളും നിർബന്ധമായിട്ടും 10ാം ക്ലാസ് കഴിഞ്ഞവർ നിർബന്ധമായിട്ടും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ സയൻസ് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്തേക്കും അഥവാ മെഡിക്കൽ പരമായിട്ടുള്ള കോഴ്സുകളിലേക്കൊക്കെ നിങ്ങൾ പോകണമെങ്കിൽ സയൻസിൽ തന്നെ നമ്മൾ 9ഓളം കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഡിഗ്രി എടുക്കുന്ന സമയത്ത് MBBSന് നീറ്റ് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്കത് മാറിയ ശേഷം നമുക്ക് അഥവാ ഓപ്ഷനായിട്ട് മാറി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ +2 ഒക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് മെഡിക്കൽ പരമായിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് കൊമേഴ്സ് ഫീൽഡിലും അതുപോലെ തന്നെയാണ് ഹ്യൂമാനിറ്റീസ് ഫീൽഡിലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. സാധാരണ ഇതിൽ കണ്ടുവരുന്ന ഒന്നാണ് നമ്മളെ ഫ്രണ്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലോ ഒന്നുകിൽ ഹ്യൂമാനിറ്റീസോ അല്ലെങ്കിൽ കൊമേഴ്സോ അല്ലെങ്കിൽ സയൻസോ എടുക്കുന്ന സമയത്ത് അവരുടെ കൂടെ തന്നെ നമ്മൾ പോകുക എന്നുള്ളത്. അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള കോഴ്സുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് എടുക്കേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോസ്പെക്ടസും കാര്യങ്ങളൊക്കെ +1 എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, ഏതൊക്കെ കോമ്പിനേഷൻസ് ആണ് ഉള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഗവൺമെൻറ് സൈറ്റുകളിലൊക്കെ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ കൃത്യമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സയൻസ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്, ബാക്കിയുള്ളത് തുടർന്ന ദിവസങ്ങളിൽ വരുന്നതാണ്. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ള മറുപടി തരുന്നതാണ്. പരമാവധി വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തോ നിങ്ങൾ തൊട്ടടുത്തുള്ള സ്കൂളുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെ സ്കൂളുകളിൽ ഇന്ന് കോഴ്സ് കോമ്പിനേഷൻ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ചില കോഴ്സുകൾ ചുരുങ്ങിയ കോഴ്സുകൾ നമ്മൾ ചിലപ്പം വേറെ ഏതെങ്കിലും ഫീൽഡിലൊക്കെ പോകാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിലോ താലൂക്കിലോ ഉള്ള സ്ഥലങ്ങളിലോ നിങ്ങളുടെ ജില്ലയിലോ ചിലപ്പോൾ സെൻറ്റർ ഉണ്ടായിരിക്കണമെന്നില്ല. ചിലപ്പം മറ്റ് ജില്ലകളിലോ ദൂര സ്ഥലങ്ങളിലോ ആയിരിക്കും സെൻറ്ററായിട്ട് ഉണ്ടാവുക. ആ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ +1 അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ ഒരു 10ാം ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ഗതി വരാൻ പാടില്ല. നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ പ്രോസ്പെക്ടസ് അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ നിങ്ങളെ പാരൻസിനോടോ അല്ലെങ്കിൽ നിങ്ങളെ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള എക്സ്പെർട്ടുകളായ ആൾക്കാരോടോ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ കോഴ്സും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ എടുത്തിട്ട് നമുക്ക് മറ്റ് മെഡിക്കൽ കോഴ്സുകളിലേക്ക് പോകാൻ സാധിക്കില്ല. അല്ലെങ്കിൽ സയൻസ് ഫീൽഡിൽ തന്നെ ചില കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മെഡിക്കലോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ ചിലപ്പോൾ എടുക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ സയൻസും നമുക്ക് എല്ലാ ഫീൽഡിലേക്കും പോകാനുള്ള ഓപ്ഷൻസ് അല്ലാന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പറയുന്നത്. ഈ 3 ഓപ്ഷൻ കൂടാതെ നമുക്ക് 11ഓളം ഓപ്ഷൻസ് സെപ്പറേറ്റ് വേറെ തന്നെ ഉണ്ട്. ITI ആയാലും അതുപോലെ തന്നെ മറ്റ് ഡിപ്ലോമ കോഴ്സുകളായാലും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള കോഴ്സുകളായൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്. ഇതുകൂടാതെ നമുക്ക് പ്രൈവറ്റായിട്ട് നമുക്ക് 6 മാസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള കോഴ്സുകളും നമുക്ക് ലഭ്യമാണ്. പക്ഷേ നമ്മൾ +1 എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സമയത്തിനുള്ളിൽ അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ രക്ഷിതാക്കളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാരുള്ള രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.